ഹരേ കൃഷ്ണ. ദശകം 2. ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിമഹത്വവും. ശ്ലോകം 1. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രമാദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോധ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. സൂര്യസ്പർദ്ധി കിരീടം പ്ലസ് ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രം പ്ലസ് ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോധ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത് കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. സൂര്യസ്പർദ്ധി കിരീടം, സൂര്യ സ്പർദ്ധി കിരീടം. ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം, ഊർധ്വ തിലക പ്രോത് ഭാസി ഫാല അന്തരം. കാരുണ്യാകുല നേത്രം, കാരുണ്യ ആകുല നേത്രം. ആർദ്രഹസിതോല്ലാസം, ആർദ്ര ഹസിത ഉല്ലാസം. സുനാസാപുടം, സുനാസാപുടം. ഗണ്ഡോധ്യന്മകരാഭകുണ്ടലയുഗം, ഗണ്ഡ ഉദ്യത് മകര ആഭ കുണ്ഡല യുഗം. കണ്ഠോജ്വലത് കൗസ്തുഭം, കണ്ഠ ഉജ്വലത് കൗസ്തുഭം. ത്വദ്രൂപം, ത്വത് പ്ലസ് രൂപം. വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം, വന മാല്യ ഹാര പടല ശ്രീവത്സ ദീപ്രം. അപ്പോൾ സന്ധിവിച്ഛേദവും കഴിഞ്ഞു. ഈ ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം എന്താണെന്ന് നോക്കാം. ശ്ലോകങ്ങളുടെ അർത്ഥം സെൻറ്റൻസ് തിരിച്ച് പ്രത്യേകം പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. ഞാൻ അടുത്ത ശ്ലോകം മുതൽ ആ രീതിയിൽ അർത്ഥം പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ പറയുന്നത് സാമാന്യ അർത്ഥമാണ്. സൂര്യനേക്കാൾ ശോഭയുള്ള കിരീടവും ഗോപിക്കുറിയാൽ പ്രത്യേക ശോഭയാർന്ന നെറ്റിത്തടവും കൃപാപാരവശ്യം പൂണ്ട കണ്ണുകളും കരുണാർദ്രമായ പുഞ്ചിരിയുള്ള പ്രകാശം ഭംഗിയേറിയ മൂക്കുകളും കവിൾത്തടങ്ങളിൽ പ്രതിഫലിച്ച് തിളങ്ങുന്നതും മകരമത്സ്യാകൃതിയോട് കൂടിയതുമായ കുണ്ടലങ്ങളും കണ്ഠത്തിന് ശോഭയേറുന്ന കൗസ്തുഭരത്നം വനമാലകൾ മുത്തുമാലകൾ ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന നെന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ഠ രൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യാർത്ഥം. ഹരേ കൃഷ്ണ.